നമ്മുടെ മത്തായി മൂന്നാമൻ ബാവ തിരുമേനി കാനഡയും അമേരിക്കയും സന്ദർശിക്കുകയാണ്. എന്തിനാണ് സന്ദർശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വർഷത്തിലൊരിക്കൽ ക്രിസ്തുമസ് ഫാദർ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വരുന്ന പോലെയും, അല്ലെങ്കിൽ മഹാബലി എല്ലാ മതക്കാരുടെയും വീട്ടിൽ, മുസ്ലിങ്ങളുടെ വീട്ടിൽ ചെല്ലത്തില്ല, കാല് തല്ലി ഓടിക്കും. അതുകൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കൂടെ മഹാബലി വരുന്ന പോലെയും വർഷത്തിലൊരിക്കൽ എന്തിനാണ് ഈ വരുന്നത് ചോദിച്ചാൽ വേറെ ഉദ്ദേശമൊന്നുമില്ല, പണം പിരിക്കാനാണ്. അപ്പൊ വിദേശത്തു നിന്നൊന്നും വേണ്ട, വിദേശത്ത് നിന്ന് ആരെയും വേണ്ട എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന മത്തായി മൂന്നാമൻ ബാവായ്ക്കും കൂട്ടർക്കും വിദേശത്തു നിന്നുള്ള പണം വേണം. ഡോളർ വേണം, യെൻ വേണം, യൂറോ വേണം, ഫ്രാങ്ക് വേണം, അങ്ങനെ എന്തെല്ലാം പുറത്തു നിന്നുള്ള ദിനാറ്, ദിർഹം, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ വിദേശത്ത് നിന്ന് ആരെയും വേണ്ട, വിദേശത്തു നിന്നൊന്നും വേണ്ട. നാഴിക 40 വട്ടം പറയും, പക്ഷെ വിദേശത്ത് നിന്ന് പണം വേണം. അങ്ങനെ വിദേശത്ത് നിന്ന് പണം പിരിക്കാൻ വേണ്ടി നമ്മുടെ മത്തായി മൂന്നാമൻ ബാവ ഈ മാസം അമേരിക്കയും കാനഡയും സന്ദർശിക്കുകയാണ്. ഞങ്ങൾ ധന്യരാകും. വരട്ടെ, ബാവ തിരുമേനി വരട്ടെ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയില് FCRI ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ FCRI എടുത്തു കളയുകയും 2 ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വിസിറ്റ് വിസയിൽ അമേരിക്കയിൽ വന്ന് പണപ്പിരിവ് നടത്താൻ പോകുമ്പോൾ ചോദ്യങ്ങൾ വരും. ആ പണം എങ്ങനെ കൊണ്ടുപോകും, എന്തിനാണ് പിരിക്കുന്നത്? ബാവ തിരുമേനി വിഷമിക്കും, ശരിക്കും വിഷമിക്കും. എയർപോർട്ടിൽ ചോദ്യങ്ങളുണ്ടാവും. ബാവ തിരുമേനി യാത്ര ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ അത് എന്തൊരു കളിയാണ്. ഒരു രാജ്യത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ആരാണ്, എന്താന്ന് വെച്ചാൽ ചെയ്യടൂ, ഞങ്ങൾ ആരാന്നറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോ അമേരിക്കയിലോട്ട് പിരിവിന് വരികയാണ്. ഇനി പിരിവിന് വരികയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇവിടെ തെളിവുണ്ട്. പിരിവിനാണ് വരുന്നതെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സിലെ വൈദികൻ പറയുന്ന വെടിപ്പുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനെ കാണുന്നത്. നിങ്ങൾ നോക്ക്, ഇന്ത്യൻ ഓർത്തഡോക്സിലെ പുരോഹിതൻ പറയുകയാണ്, നമ്മുടെ ബാവ തിരുമേനി വരികയാണ് സുഹൃത്തുക്കളെ, അവൻ വരികയാണ്, അതുകൊണ്ട് പൈസ റെഡിയാക്കി വെച്ചു എന്ന് പറയുന്ന രംഗം നമുക്ക് ഈ സ്ക്രീനെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. എനിക്കിപ്പോ അതേ പറയാനുള്ളൂ. ഇത് എന്താണ്, വളരെ വളരെ മോശമാണ്. കേട്ടോളൂ. ബാവ തിരുമേനിയുടെ സന്ദർശനം ഇടവകയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഇടവകയില് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിൽ നമ്മളെല്ലാവരും ഏകസ്വരത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, ബാവ തിരുമേനി വരുമ്പോഴുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇടവകയിലെല്ലാ ഭവനങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണമെന്ന്. ഒരു ഭവനത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് മിനിമം $100 ആണ്. അതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇനിയും അത് കൊടുക്കാത്ത ഫാമിലീസ് ഉണ്ട്. ഇത് ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക്, കൊടുത്തവർക്കൊക്കെ ഒരു അരോചകത്വമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത് അറിയിക്കുവാനായിട്ട് ഇടയാക്കരുത്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ അവസാനം ബാവ തിരുമേനി വരികയാണ്. ബാവ തിരുമേനി വരുമ്പോൾ കഴിഞ്ഞ് ആരും അത് ചോദിക്കുകയില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് ബാവ തിരുമേനി വന്ന് പൊക്കോട്ടെ എന്നോർത്തുകൊണ്ട് ഇനിയും ആരെങ്കിലും അങ്ങനെ വൈകുന്നുണ്ടെങ്കിൽ അച്ഛൻ ഭീഷണിപ്പെടുത്തുകയാണ്. മേടിക്കുക തന്നെ ചെയ്യൂടാ, മേടിക്കും. കുഴിച്ചു നിർത്തി കൂമ്പിടിച്ചിട്ട് ആൾ നിന്റെ കാശ് മേടിക്കും. അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, അത് പോയി കഴിഞ്ഞാലും അവരുടെ കയ്യിൽ നിന്ന് $100 വാങ്ങിച്ചെടുക്കും. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഹഫ്താബിക്കുകയാണ്. ഒരു ഗുണ്ടായുടെ ശരീരഭാഷയും സ്വരവും ഒക്കെയാണ്. കാരണം ഇവര് എന്താണ് ഈ ചിന്തിക്കുന്നത്? ഇതൊക്കെ പൊതുസമൂഹത്തിലോട്ട് വിടുകയാണ്. ഇത് ഓൺലൈനിൽ കണ്ടതാ കേട്ടോ. കൊടുക്കാനുള്ളവര് മടി കൂടാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. എന്റെ പോലെ ഞാൻ ഈ അച്ഛനോട് ചോദിക്കുകയാണ്, ഇത് നമ്മുടെ കക്ഷി രാഷ്ട്രീയമൊക്കെ വിട്ടേക്ക്. ഞാൻ ഈ അച്ഛനോട് ചോദിക്കണം. ഈ അച്ഛനോട്, ഒരു ചെറുപ്പക്കാരനായ അച്ഛനാണ്. അച്ഛന്റെ ഇടവകയിൽ എത്ര പേരുണ്ട്? 10,000 കുടുംബങ്ങളുണ്ടോ? അച്ഛൻ ഇതിന് ഈ മൈക്ക് വെച്ച് ഈ പരസ്യമായിട്ട് പറയുന്നേ? അച്ഛന് ഫോൺ എടുത്ത് അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ പോരെ? പോരെ? അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ഇട്ടച്ച് അങ്ങോട്ട് വാട്സാപ്പിൽ അയച്ചാൽ പോരെ? ഈ അംശവസ്ത്രവും ധരിച്ച് ഈ മധുവായി നിന്ന് ഈ വൃത്തിയോട് വിളിച്ച് പറയണ്ടേ? ഇപ്പൊ നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ? എന്തൊരു ഗതികേടാച്ചാ. കോടിക്കണക്കിന് രൂപയുടെ പെന്തക്കോസുകാർ ഇരുചെവി അറിയാതെ പിരിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പെന്തക്കോസുകാരുടെ അടുത്ത് ട്യൂഷന് പോകണം. എനിക്കതേ പറയാനുള്ളൂ. ഈ ഓർത്തഡോക്സുകാർ ഇങ്ങനത്തെ ഈ കണക്ക് ഇരുന്ന് $100 തരണം, $100 ഭീഷണിപ്പെടുത്തുകയാണ്.
അച്ഛാ $100 ഇവിടെ പെന്തക്കോസുകാർ പിച്ചയ്ക്ക് കൊടുക്കുന്ന അച്ഛാ. ഞാൻ പെന്തക്കോസിലുള്ളതുകൊണ്ട് പറയുന്നതാണ്. പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ ദയനീയാട്ടോ. ഈ പ്രസംഗമൊക്കെ പെന്തക്കോസുകാർ കേട്ടോ നിങ്ങളെ കുറയ്ക്കും. ഒരു കുടുംബത്തിൽ $100 കൊടുക്കുക കാരണം മോശമായിപ്പോ. ഇത് ജസ്റ്റ് അവരോട് പറഞ്ഞാൽ പോലെ. അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ തരാത്ത 3 ഫാമിലി ഉണ്ട്, അവരെ കാണുമ്പോൾ പേഴ്സണലി പറഞ്ഞാൽ പോരെ, തോമാച്ച ആ പൈസ ഒന്ന് കൊടുക്കണം കേട്ടോ. ഇത് ഈ മധുബായിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് മോശമല്ല അച്ഛാ. എന്നാൽ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു വിഷയമായി കേട്ടേക്കാം. കേട്ടേക്കാം, ബാക്കി കേട്ടേക്കാം. ബാവ തിരുമേനിയുടെ ഈ സന്ദർശനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹോദരൻ പദ്ധതി അതോട് ചേർന്നാണ് ബാവ തിരുമേനി ഈ ഇടവയിലേക്ക് സന്ദർശിക്കുവാനായിട്ട് വരുന്നത്. സഹോദര പദ്ധതി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. 2016 എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ പൗലോസ് തിതിയൻ ബാവ വന്നത്. 2016 പൗലോസ് തിതിയൻ ബാവ ഇവിടെ വരികയും അദ്ദേഹത്തിന്റെ സ്നേഹം ഇവിടെ ഇടവയിൽ പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തില് പരിശുദ്ധ ബാവ തിരുമേനി നമ്മളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വേർതിരിക്കപ്പെട്ടു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഏറെ ഭവനങ്ങള് പാവപ്പെട്ടവർക്ക് അതിന്റെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സഹോദര പദ്ധതി എന്ന് പറയുന്നത്. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 200 ഭവനങ്ങളും കണ്ട് നമ്മുടെ സഭ പണിത് കൊടുക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ എന്റെ അച്ഛാ, ഈ ഓർത്തഡോക്സുകാര് ആ വയനാട്ടിൽ ഒത്തിരി വീട് ചൂരൽമല പണിതു. അതിനെ പറ്റിയുള്ള അച്ഛൻ അറിയോ? സഹോദരൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൗലോസ് തിതിയൻ ബാവയായിട്ടൊന്നും ബന്ധമില്ല. ഇത് മത്തായി 3 ബാവയുടെ സഹോദരന്മാർക്ക് വേണ്ടി നടത്തുന്ന ഒരു പദ്ധതിയാണ്. അത് ദേവലോകത്തിരക്ക് അറിയാം. പുള്ളിയുടെ ബ്രദറാണ് അവിടെ ഈ കാര്യങ്ങൾ നടത്തുന്നത്. പുള്ളിയുടെ ബ്രദർ നടത്തുന്നതുകൊണ്ടാണ് ഈ പദ്ധതിക്ക് സഹോദരൻ പദ്ധതി എന്ന് പേര് വന്നത്. ഇതൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യം അച്ഛാ. അച്ഛൻ ചുമ്മാ ഇരുന്നിച്ച് എന്ത് സഹോദരൻ പദ്ധതി? അപ്പൊ സഹോദരിമാർക്കില്ലേ വീട്? സഹോദരൻ പദ്ധതിയുടെ പേര്, അതിന്റെ അർത്ഥം അതാ അച്ഛാ. ഇത് നിങ്ങൾ എന്നെ ബ്രദറൻ സഭ വല്ലതാണോ ഈ സഹോദരൻ എന്ന് പറഞ്ഞു? നിങ്ങൾ ഇത്ര മണ്ടന്മാരാണോ? സഹോദരൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാവ തിരുമേനി അദ്ദേഹത്തിന്റെ സഹോദരന്റെ വെൽഫെയറിന് വേണ്ടി നടത്തുന്ന പദ്ധതിയാണ്. മനസ്സിലായോ? അതായത് ഈ ബാവ തിരുമേനിയെ, ഈ മത്തായി 3 ബാവ തിരുമേനിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യിക്കാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് കോക്കസ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ്, ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഡീപ് സ്റ്റേറ്റ് അത് തീരുമാനിച്ചു, നടപ്പിലാക്കും. അപ്പൊ താഴെ ഇറങ്ങാൻ വൈമനസ്യത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു മൂറോം കൂതാശ കഴിയട്ടെ. അപ്പൊ അത് 2028 സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞു 2 കൊല്ലം പുറകോട്ട് ഇക്കൊല്ലം തന്നെ നടത്തിക്കൂ, തന്റെ ആഗ്രഹം നടക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പറഞ്ഞു എനിക്കൊരു 4 പേരെ കൂടെ വാഴിക്കണം. വാഴിച്ചു. അത് ഓഗസ്റ്റ് 27 പാസ്സാക്കും. നീ വാഴിച്ചു. അത് തന്നെയല്ല, എനിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നല്ലൊരു തുക കയ്യിൽ വേണം. അപ്പൊ അതുകൊണ്ട് ലോകമെങ്ങുമുള്ള കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭകൾ മുഴുവൻ സന്ദർശിച്ച് നീ പിരിക്കാവുന്നതിന്റെ മാക്സിമം പിരിച്ചോ. എന്നാൽ മൂപ്പിറക്കുക എന്ന് പറയും. നമ്മൾ ഈ പറയും മൂപ്പിറക്കുക. ഈ പഴയ കാലത്തൊക്കെ നമ്മൾ വസ്തു വിറ്റ് കഴിയുമ്പം വസ്തു മേടിച്ച ആൾക്ക് കൈമാറുന്നതിന് മുമ്പ് വിറ്റയാള് വന്നിട്ട് ഉള്ള തേങ്ങായും എല്ലാം വെട്ടി, ചക്ക എല്ലാം വെട്ടിയിട്ട്, കരിക്ക് വരെ വെട്ടിയിട്ട്, പറ്റുന്നെല്ലാം വെട്ടി പറിച്ച് പുല്ല് വരച്ചെത്തി എല്ലാം വാരിക്കെട്ടി കൊണ്ടുപോകും. അങ്ങനെ ഉള്ളതിനെ ഞങ്ങൾ കോട്ടയത്ത് പറയുന്നതാണ് മൂപ്പിറക്കുക എന്നാണ് പറയുന്നത്. മൂപ്പിറക്കുകയാണ്, അവസാനത്തെ വെട്ടാണ്. അപ്പൊ മത്തായി ബാവ മൂപ്പിറക്കാൻ വരുന്നതാണ്. ഇത് മൂപ്പിറക്കാണ്. മൂപ്പിറക്കി കഴിയുമ്പോൾ അദ്ദേഹത്തെ ഇറക്കും. ഇതാണ് സംഭവം. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇത്രയും വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. അച്ഛൻ പറയേണ്ടതാണ് നമ്മുടെ ബാവ മൂപ്പിറക്കാൻ വരുന്നുണ്ട്, എല്ലാവരും പരമാവധി സഹകരിക്കണം. ഇത്രയേ ഉള്ളൂ. എന്റെ ബാക്കിയും കൂടെ കേട്ടേക്കാം. എന്നാലും കേട്ടു തുടങ്ങിയതല്ലേ. ചെലവ് വരുന്നത് 10 ലക്ഷം രൂപയാണ്. നമ്മുടെ നാട്ടില് 10 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചെലവ് വരുന്നത്. ഏകദേശം ഒരു 16,000-17,000 കനേഡിയൻ ഡോളേഴ്സ് വരും. അപ്പൊ നമ്മുടെ ഇടവകയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് ഒരു വീടാണ്. വാൻകൂവറിന് 2 വീട്, ഇവിടെ ഒരു വീട്, കാൽഗറിയില് ഒരു വീട്, സിയാറ്റിലില് ഒരു വീട്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വീടുകൾ മതി അച്ഛാ, തൃപ്തിയായി. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലുള്ള ഓരോ പള്ളികൾക്കും ടാർഗറ്റ് വെച്ചിട്ട് പണം പിരിക്കാനാണ് മാത്യൂസ് തൃതീയൻ ബാവ അമേരിക്കയും കാനഡയും സന്ദർശിക്കുന്നത്.
ഇതിന് സാമ്പത്തിക ശാസ്ത്ര വിശദീകരണം നൽകണം. ഈ പണം ഏത് അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്, ഏത് വഴിയാണ് കൊണ്ടുപോകുന്നത്, ഇത് കൊണ്ടുപോകാൻ FCR രജിസ്ട്രേഷൻ ഉണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ കുഴൽപ്പണമായിട്ടായിരിക്കും കടത്തുന്നത്, ഈ കുഴൽപ്പണ കടത്തിൽ ഒത്താശ ചെയ്യുന്ന ആരാണ്, ഈ വക ചോദ്യാവലികളെല്ലാം പൂരിപ്പിക്കാൻ അമേരിക്കയിലും കാനഡയിലുമുള്ള അച്ഛന്മാരും കൊച്ചമ്മമാരും തയ്യാറായിക്കും. ചോദ്യാവലി നിങ്ങളുടെ വീട്ടിൽ വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഭാരത്.